പുല്ലാജ് കഞ്ചാവടിയം മുത്തു കഞ്ചാവടിയം മുത്തു. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു. എപ്പിടീടാ മുത്തു പോയില്ലടാ തന്തനെ നെഞ്ഞു ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത. ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിവാദ നായികയായിട്ട് നിറഞ്ഞു നിൽക്കുകയാണല്ലേ ഷാജിദ ഷാജി. യൂട്യൂബ് തുറന്ന് ലൈവ് ഓൺ ആക്കിയിട്ട് ഷാജിദ പറയുകയും കാണിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ട് അന്തം വിട്ട് പോയവരാണ് നമ്മളൊക്കെ. സ്വന്തം ഉമ്മ ഷെഡ് ധരിച്ച് നിൽക്കുന്ന വീഡിയോ വരെ എടുത്ത് യൂട്യൂബിൽ ഇട്ട ആളാണ് ഷാജിദ. അതായത് എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്ത ആളാണെന്ന് അർത്ഥം. ഭർത്താവിന്റെ മരണശേഷം 5 മക്കളെ പോറ്റുന്ന ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ ആദ്യമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഷാജിദയ്ക്ക് കിട്ടിയിരുന്നത്. നമ്മളും ഒരു സമയത്ത് ഷാജിദയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. എന്നാൽ പിന്നീട് പതുക്കെ ഷാജിദയുടെ തനിനിറം പുറത്തു വരാൻ തുടങ്ങി. സ്വന്തം ഉമ്മക്കെതിരെയും സഹോദരങ്ങൾക്കെതിരെയും അതുപോലെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെയും ഒക്കെ യൂട്യൂബിൽ വന്നിരുന്ന ഓരോരോ കഥകൾ പറയാൻ തുടങ്ങി. സ്വന്തം കുടുംബത്തെ തന്നെ യൂട്യൂബിൽ ഇട്ട് നാറ്റിക്കാൻ തുടങ്ങി. ഷാജിദ സ്വന്തം ഉമ്മാനോടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന രീതി ഒന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. ഇതൊക്കെ കണ്ടതോടെയാണ് നമ്മൾ ഷാജിദക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയത്. അതോടെ പിന്നെ ഷാജിദ എന്റെ മെക്കിട്ട് കയറാൻ തുടങ്ങി. അതിനിടയിൽ ഷാജിദയുടെ ഉമ്മ അവരനുഭവിച്ച കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു. ആ വോയിസ് ക്ലിപ്പ് ഞാൻ പുറത്തു വിടുകയും ചെയ്തു. അതും കൂടെ ആയതോടെ പിന്നെ 4 നേരം ലൈവിൽ വന്നിരുന്ന എന്നെ തെറി വിളിക്കലാണ് പുള്ളിക്കാരുടെ മെയിൻ പരിപാടി. എന്നെ വീട്ടിൽ കയറി തല്ലും നാറ്റിക്കും എന്നൊക്കെയായിരുന്നു ഭീഷണി. അതിനിടയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താൻ തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും പറഞ്ഞായിരുന്നു ഫോൺ വിളി. എന്തായാലും ഷാജിദയുടെ ഈ തര പരിപാടികൾക്കൊക്കെ ഉള്ള മറുപടി നമ്മൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മൾ ഇതുപോലെ കുറെ എണ്ണത്തിനെ ഡെയിലി കാണുന്നതാണ്. ഇവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ സ്ത്രീയെ കൊണ്ട് സ്വന്തം വീട്ടുകാർക്കും നാട്ടുകാർക്കുമാണ് ഇരിക്കപ്പുറത്ത് ഇല്ലാതായത്. ഇപ്പൊ അത് അയൽവാസിയായിട്ടുള്ള ഒരു പയ്യനെ തെറി വിളിച്ചുകൊണ്ടുള്ള ഷാജിദയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഷാജിദയുടെ വീട്ടിന് മുന്നിൽ വെച്ച് 1-2 പയ്യന്മാരോട് ഷാജിദ വഴക്കുണ്ടാക്കുന്നത് ഷാജിദ തന്നെ യൂട്യൂബിൽ ലൈവ് ചെയ്തത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കാണാത്തവർക്ക് വേണ്ടി അതിന് ചെറിയൊരു ഭാഗം ഞാൻ പ്ലേ ചെയ്യാം. നീ കളിക്കടി, നീ പൊക്കടി, നീ തുണി പൊക്കി കാണിക്കടി, നീ കാണിക്ക്, നീ പൊക്കി കാണിക്ക്. നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാം. നമുക്ക് സ്വന്തമായിട്ട് അറിയാം. ഷാജിദ ഷാജി എന്ന് പറയുന്നവള് നിന്റെ അപ്പനെ എനിക്ക് പൈസ ഉണ്ടാക്കി തരുന്നില്ല. ഇതില് ഷാജിദ പറയുന്നുണ്ടല്ലോ ഖാദറിന്റെ മകൻ കഞ്ചാവടിയും മുത്തു കള്ളുകൂടിയ മുത്തു എന്ന്. ആ മുത്തുവിന്റെ ഉപ്പയായിട്ടുള്ള ഖാദർ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. ആ മരണം ആഘോഷിച്ചുകൊണ്ട് ഷാജിദ പുതിയ ലൈവായിട്ട് വന്നിട്ടുണ്ട്. മുത്തു എന്ന് പറയുന്ന പയ്യനെയും അവന്റെ ഉമ്മയെയും മരിച്ചുപോയ ഉപ്പയെയും ഒക്കെ ഷാജിദ പറയുന്ന തെറി സത്യം പറഞ്ഞ കേട്ട് നിൽക്കാൻ തന്നെ കഴിയില്ല. ഈ സ്ത്രീയോട് അറപ്പും വെറുപ്പും തോന്നിപ്പോകും. എന്തായാലും ഷാജിദന്റെ ലൈവിന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. മിസ്റ്റർ മുത്തു വാടാ വാടാ പുല്ലാജ് കഞ്ചാവടിയം മുത്തു കഞ്ചാവടിയം മുത്തു. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു. എപ്പിടീടാ മുത്തു പോയില്ലടാ. ആ ചെക്കൻ ഉപ്പ മരിച്ചിട്ട് പാട്ട് പാടി ആഘോഷിക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത്. സത്യം പറയാറ് ഇതൊക്കെ കാണുമ്പോൾ അറപ്പാണ് തോന്നുന്നത്. ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്രയും മതപ്പതിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കാരണല്ലേ അടിച്ച പൊട്ടിക്കണടാ. നിന്റെ കാരണം അടിച്ച പൊട്ടിക്കാനാണെങ്കിൽ ഇല്ലാത്തോണ്ട് അതാണ് എനിക്കും പറയാനുള്ളത്. ഈ നെല്ലിക്കാട്ട് നാട്ടിൽ ഉശിരുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും ഇല്ലേ? ഇതിനൊക്കെ അവിടെ വെച്ച് പൊറപ്പിക്കുന്നുണ്ടല്ലോ. അവിടെയുള്ള ആണുങ്ങളൊക്കെ സമ്മതിക്കണം. അല്ല നാട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവളുടെ കാര്യത്തിലൊക്കെ ഇടപെട്ട് വെറുതെ സ്വയം നാരണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാകും. മുത്തുവിന്റെ ഗതി തന്നെ കണ്ടില്ലേ? യൂട്യൂബിൽ വന്നിരുന്ന് തെറിപ്പാട്ടാണ് പാടുന്നത്. കഞ്ചാവ് അടയൻ കള്ളുകൂടിയൻ എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. മരിച്ചുപോയ ഉപ്പാനെ പോലും വെറുതെ വിടുന്നില്ല. ഇതൊക്കെ കാണുന്ന ആരായാലും ഷാജിദിന്റെ വിഷയത്തിൽ ഇടപെടുന്നതിന് മുമ്പ് 2 വട്ടെങ്കിലും ഒന്ന് ആലോചിക്കും. ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി നോക്കാം. തന്തനെ നെഞ്ഞു ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത. ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത. നിന്നെ ആലോചിച്ച് ഉരുകി 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 ചത്തടാ. എടാ പുല്ല മുത്തു, നീ വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നടാ തെമ്മാടി. നീ വാടാങ്ങിട്ട്, നീ വാടാ പുല്ല. നീ എന്താടാ പറഞ്ഞേ? എന്റെ മക്കളുടെ നെല്ലിക്കാട് നാട്ടില് നടത്തിയ നീ കഞ്ചാവ് അടിപ്പി. എടാ കഞ്ചാവ് അടിയം പുല്ല മുത്തു. നീ എന്റെ മക്കളിനെ ആ തല്ലൂടനുടെ ഇടയിൽ തന്തയില്ലാത്ത മക്കളിനെ വളർത്തണ കെട്ടിയോനില്ലാണ്ട് നിരങ്ങിയിട്ട് നിന്റെ തള്ളക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി. നിനക്ക് തന്തയില്ലാണ്ട് ആക്കിയില്ലട പടച്ചോന്. മിസ്റ്റർ മുത്തു അങ്ങനെ തന്നെ വേണടത്തമ്മാടി. ഇവളുടെയൊക്കെ സംസാര എക്സ്പ്രഷന് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും. ഇവിടെ മുത്തു എന്ന കഥാപാത്രത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അവൻ എങ്ങനെയുള്ള ആളാണ്, സ്വഭാവം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഷാജിദയും മുത്തുവും തമ്മിൽ റോഡിൽ വെച്ച് മുട്ടം വഴക്ക് നടന്നത് നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. അതിന് ദേഷ്യം എന്തായാലും ഷാജിദക്ക് ഉണ്ടാവും. ഒരാളോട് ദേഷ്യം തോന്നിയാൽ അത് സ്വന്തം പെറ്റുമാണെങ്കിൽ പോലും അവരെ കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുന്നത് ഷാജിദയുടെ സ്ഥിരം സ്വഭാവമാണെന്നും നമുക്കറിയാം. എന്നെ കുറിച്ച് തന്നെ എന്തൊക്കെ കഥകളാണ് ലൈവിൽ വന്നിരുന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ മുത്തുവുമായി വഴക്കുണ്ടായത് കൊണ്ടാണ് അവനെ തെറി പറഞ്ഞത് എന്ന് വെക്കാം. പക്ഷെ ഒന്നും അറിയാത്ത മുത്തുവിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഇതിലേക്ക് വലിച്ചേക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഓരോ ദിവസം കഴിയുന്തോറും ഷാജിദയുടെ നിലവാരം കൂപ്പ് കൊത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ. നോക്കാം.
തന്ത ഇല്ലാണ്ടായില്ലേ? പടച്ചോൻ എന്റെ വിളി കേട്ടു. എന്റെ പടച്ചോൻ എന്റെ വിളി കേട്ടറ പുല്ല. നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എന്റെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ. നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ. അതാടാ പടച്ചോന് അവിടെ ഏടെ വെച്ചിരിക്കണേ. പിന്നെ പടച്ചോന് ഇപ്പൊ ഷാജിദന്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന പണിയാണല്ലോ. എന്തൊക്കെ കേൾക്കണം റബ്ബ്. ഒരു ദിവസം കഴിഞ്ഞു പോണെങ്കിൽ എന്തൊക്കെ കാണണം. വേറെ ആരുടെ പ്രാർത്ഥന കേട്ടാലും നിന്റെ പ്രാർത്ഥന പടച്ചോൻ കേൾക്കാൻ യാതൊരു വഴിയുമില്ല. ഒരാളുടെ കുടുംബം നശിച്ചു പോകണമെന്ന് നീ പ്രാർത്ഥിക്കുമ്പോഴേക്കും അതൊക്കെ കേൾക്കാനും അനുസരിക്കാനും പടച്ചോൻ കുപ്പിന്ന് വന്ന ഭൂതമൊന്നല്ല. അതുകൊണ്ട് അത് വിടും എന്റെ പടച്ചോനെന്നൊക്കെ അങ്ങനെ പറയാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ആ ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇവളീ തെറിപ്പാട്ടൊക്കെ പാടുന്നത് എന്ന് ഓർക്കണം. ഇതൊക്കെ കണ്ടല്ല മക്കൾ വളരുന്നത്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. ബാക്കി കണ്ടോക്കാം. എടാ തെമ്മാടി മുത്തു കഞ്ചാവടിയാ. നീ കണ്ട SI-മാരെയും ബാക്കിയുള്ളവരെയും പുല്ല നീ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കയ്യിലോടെ ആണുങ്ങളെ വളർത്തണ്ട, ആമ്പിള്ളേരെ വളർത്തണ്ട. തല്ലണ്ട പ്രായമാകുമ്പോ തല്ലിക്കോടെ ഞാന് തല്ലിക്കോടെ. ഇത് നിന്നെ വെല്ലുക ഇങ്ങനെ 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 വിളിക്കണ്ടാ നായിന്റെ മോനെ. ഓഹോ, അപ്പൊ മക്കളെ ഗുണ്ടകളായിട്ട് വളർത്താനുള്ള പരിപാടിയാണോ? ഇവളാര് ആനപ്പാറ അച്ചാമ്മയോ? സത്യം പറഞ്ഞാൽ ആ മക്കളുടെ അവസ്ഥ ആലോചിക്കുമ്പോ വിഷമുണ്ട്. ഇവൾ ഈ വിഷമൊക്കെ കുത്തിവെച്ചിട്ടല്ലേ മക്കളെ വളർത്തുന്നത്. ഇവൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനുമുള്ള വാടക ഗുണ്ടകളായിട്ടാണ് ഇവൾ മക്കളെ വളർത്തിയെടുക്കുന്നതെന്ന് തോന്നുന്നു. ഷാജിദിന്റെ മക്കളെ കുറിച്ച് ആരൊന്നും പറയാറില്ല. എന്നാലും ഷാജിദ് ഇടയ്ക്കിടെ ലൈവിൽ വന്നിട്ട് എന്റെ എത്തിയമായ മക്കളെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എല്ലാവരും പ്രാക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ആ മക്കളോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്നത് ഷാജിദ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈ ലോകം മുഴുവനും ഇതൊക്കെ കാണുന്നില്ലേ? ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ, പുറത്തിറങ്ങി നടക്കണ്ടേ? സ്വന്തം മക്കളോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഷാജിദ് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നോക്കാം. നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു മോനെ. നീ എന്റെ ലൈവിൽ കയറി വരും എന്നെനിക്ക് അറിയായിരുന്നോടാ മോനെ. എടാ നീ എന്റെ ഈ മക്കളിലേക്ക് നീ എന്താ പറഞ്ഞത്? ഈ മക്കളിലേക്ക് നീ കൊഞ്ചം ഓടിപ്പിക്കോടെ മോനെ. നീ ഒന്ന് അടുപ്പിച്ച് കാണിക്കണം മോനെ. ഒന്നല്ലടാ എനിക്ക് കാണേണ്ടത്. നീ ഒന്ന് കാണിക്കടാ. നിന്റെ തന്റെ കാതർ ഉണ്ടാക്കിയതല്ലടാ, അത് കബീറിന്റെ വിത്തുകളിടാ. അത് കബീറിന്റെ വിത്തുകള്. ഈ 5 എണ്ണം കബീറിന് ഉണ്ടാക്കിയത് അല്ല, നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിരങ്ങി ഉണ്ടാക്കിയതല്ലടാ. ഓക്കെ, കബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാദറിന്റെ കൂടെ ഓടി വന്നതല്ലാടാ. അതുപോലെ അല്ലടാ ഇത് ഉണ്ടാക്കിയത്. അന്തസായി പിടിച്ചുണ്ടാക്കിയത്, അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് ഓടി വന്ന പോലെ അല്ലടാ പുല്ല. നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വെട്ടാൻ പോയ കാദർഖാന്റെ കൂടെ വന്ന ചരിത്രം അല്ല എനിക്കുള്ളത്. എനിക്ക് അന്തസായി നല്ല ചരിത്രമാണുള്ളത്. അതുകൊണ്ട് നീ ചരിത്രം വിളമ്പിക്കണ്ടടാ. ബെസ്റ്റ്. നല്ല ആളാണ് ചരിത്രത്തെ കുറിച്ചൊക്കെ പറയുന്നത്. ഷാജിദയുടെ ചരിത്രമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. വെറുതെ സ്വന്തം പല്ലിന്റെ ഇട കുത്തി മണിപ്പിക്കാൻ നിൽക്കണോ ഷാജിദ? ആ മുത്തുവിനോട് വലിയ ദേഷ്യവും ഉണ്ടെങ്കിൽ അവനെ ചീത്ത വിളിച്ചാൽ പോരെ? എന്തിനാണ് വെറുതെ അവന്റെ ഉപ്പയും ഉമ്മയെ കുറിച്ചൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന വൃത്തികേടുകൾ പറയുന്നത്? നിന്റെ ഉമ്മ കണ്ടെടുത്തൊക്കെ നിരങ്ങുണ്ടാക്കിയ മക്കളല്ലടാ എന്നാണ് ഷാജിദ പറയുന്നത്. അതായത് ആ ഉമ്മാനെ പച്ചക്ക് വേച്ച് എന്നാണ് ഈ ഷാജിദ എന്ന് പറഞ്ഞ സ്ത്രീ വിളിച്ചത്. അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇതൊക്കെ കേട്ട് നിൽക്കാതെ ഇവൾക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് മുത്തുവിനോട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഉമ്മമാരെ കുറിച്ച് പറയുമ്പോൾ കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാവിന് ലൈസൻസ് ഇല്ല എന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസവും പറയാമെന്നാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണത് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.